ഫാത്തിമയെ കണ്ടം വഴി ഓടിച്ചിരിക്കുകയാണ്. അനുമോളും അനീഷും ജയിൽ നോമിനേഷനിൽ പറഞ്ഞ കാര്യങ്ങൾ, അനുമോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഹോട്ടൽ ടാസ്കിൽ റെന ഫാത്തിമ ഗർഭിണിയായിരുന്നല്ലോ, അതിന് ഗർഭത്തിന് ഉണ്ടാവാനുള്ള കാരണം റെന ഫാത്തിമ പറഞ്ഞത് വളരെ മോശമായിപ്പോയി എന്നുള്ള രീതിയിലാണ് അനുമോൾ പറഞ്ഞത്. അപ്പോൾ അനുമോളെടുത്ത് അനീഷ് പറയാണ്, ഓ കുലസ്ത്രീ വന്നെന്ന്. അപ്പോൾ അനുമോൾ പറയുന്നത് ആ കുലസ്ത്രീക്ക് എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ അനുമോൾ അവിടെ കൃത്യമായിട്ട് നെവിന് മറുപടി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ട് റെന ഫാത്തിമയെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യാനുള്ള കാരണവും പറയുന്നുണ്ട്. മാത്രമല്ല അനുമോളൊക്കെ സംസാരിച്ച് തുടങ്ങുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ അനീഷൊക്കെ സംസാരിച്ച് തുടങ്ങുമ്പോഴത്തേക്ക് ജിസയിലും ആര്യനൊക്കെ പറയുന്നുണ്ട്, മതി നിർത്ത് നിങ്ങളുടെ ഷോ നോക്കാം. ജിസയിലിനും ആര്യനൊക്കെ എത്ര സംസാരിച്ചാലും ഒരു കുഴപ്പമില്ല. അനുമോളും അനീഷൊക്കെ സംസാരിക്കുമ്പോഴാണ് ഇവർക്ക് മെയിൻ പ്രശ്നം വരുന്നത്. അത് നേരത്തെ ഒക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. എന്തായാലും ജയിൽ നോമിനേഷനിൽ സാബുമേനും റെനയും, അതായത് ഹോട്ടൽ ടാസ്കിൽ ഏറ്റവും വീക്കായിട്ട് തോന്നിയ രണ്ട് മത്സരാർത്ഥികൾ, ഇവരിൽ ഒരാളെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. പക്ഷേ എല്ലാവരും സാബുമേൻ്റെ ഗെയിമിംഗ്, അല്ലെങ്കിൽ സാബുമേൻ സഹിച്ചത് ഒരു ജയിലിൽ നിൽക്കുന്നതിനെക്കാട്ടിലും ഭീകരമായ അവസ്ഥയായിരുന്നു സാബുമേൻ്റെ. അതുകൊണ്ട് സാബുമേനെ ജയിലിലേക്ക് വിടരുത്, റെനയെ വിടണം. റെനയാണ് ഏറ്റവും വീക്കായിട്ടുള്ളത്. ഗർഭത്തിൻ്റെ പേര് പറഞ്ഞ് അവിടെ ഇവിടെയെങ്കിലും ചിരിച്ച് കഴിച്ച ഒരു കുട്ടിത്തം, അതായത് ഒരു ഒരു നിലപാടില്ലാത്ത രീതിയിൽ നിന്നു എന്നുള്ള കാരണത്തോടെ ഐക്യ കണ്ടേന എല്ലാവരും റെനയെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്ത ഒരു മത്സരാർത്ഥി റെനയായി മാറിയിരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.